ഞാനിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. കണ്ണൂർ പയ്യന്നൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു വാർത്ത വന്നിരുന്നു. നിങ്ങൾ അറിഞ്ഞോ? അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. കാരണം ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് എല്ലാവരും റിസൾട്ടൊക്കെ വന്നു. ഇനി മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനലുകാർ ഉൾപ്പെടെ ആ വാർത്തയൊക്കെ ഇടുമ്പോൾ അതിൻ്റെയാണ് മിക്കതും ഇടുന്നത്. ഈ സംഭവം നടന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് വാർത്ത ഇട്ടേ ഉള്ളൂ. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നും ചെയ്തില്ല. അതായത് മലപ്പുറത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തേജസ് എന്നൊരു കൂട്ടുകാരൻ സൂയിസൈഡ് ചെയ്തു. കാരണം അവിടുത്തെ അധ്യാപകൻ തേജസ് എന്ന കൂട്ടുകാരനെ മാനസികമായി തളർത്തുകയും അതുപോലെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവസാനം TC വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്കൂളിൽ പോകാം എന്ന് വിചാരിച്ച് TC വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ TCയിൽ റെഡ് മാർക്ക് ഇട്ടേ തരുള്ളൂ, അതുകൊണ്ട് വേറെ ഒരു സ്കൂളിലും പോകാൻ അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് ഈ തേജസ് എന്ന കൂട്ടുകാരൻ സൂയിസൈഡ് ചെയ്തു. ആ സിനിമയിൽ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ്, ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഒരു വിദ്യാർത്ഥിയെ, അവൻ്റെ സ്വപ്നങ്ങളെ, അവൻ്റെ വ്യക്തിത്വത്തെ, എന്തിനവനെ തന്നെ ഇഞ്ച് ബൈ ഇഞ്ച് ഇല്ലാതെയാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്ത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ ഈ സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും നിസ്സാര കാര്യങ്ങൾക്ക്. ഇപ്പോൾ SSLCയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് 15-ാം തീയതി. എനിക്ക് പേരൻസ് പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല മാർക്ക് വാങ്ങിക്കണം, അവനെക്കാട്ടിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും. അമ്മ വഴക്ക് പറഞ്ഞാൽ, അച്ഛൻ ശകാരിച്ചാൽ, മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ സുഹൃത്ത് അവഗണിച്ച, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കുകയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 1-2 മാർക്ക് കുറഞ്ഞാൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നാലും ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് വേറെ നമുക്ക് ചെയ്യാനില്ല. സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക. നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു അംശം മതി നമ്മുടെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യാൻ. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. പ്രോബ്ലം ഈസ് നോട്ട് പെർമനൻറ്റ്. ഒരു പ്രശ്നവും സ്ഥിരമല്ല. പ്രശ്നമുണ്ടെങ്കിൽ അതിന് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ പേരൻസിനോട് തുറന്ന് പറയണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാം. ഓക്കെ, ബൈ.